ഇവിടെ ഒരുപാട് സന്തോഷത്തോടെ നോക്കുകയാണ്. ചങ്കൂറ്റം എന്ന സിനിമയുടെ തുടക്കം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഫിലിമിന്റെ തീം എന്ന് പറയുന്നത് ഇന്ന് സമൂഹം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ച് മാറ്റേണ്ട ഒരു വിപത്തിനെ കുറിച്ചുള്ളൊരു തീമാണ്. ഇന്ന് ഏറെ ഓരോ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ ഓരോ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഈ നാടും അല്ലെങ്കിൽ ഈ ലോകവും തന്നെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ്. അതിൻ്റെ ഈ തീം ഏറ്റെടുത്ത അല്ലെങ്കിൽ ഇതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ ആലത്തൂർ പോലീസിന്റെ ഒരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ PRO പ്രിയപ്പെട്ട ദിനേശ്, അതുപോലെ ഡയറക്ടർ സന്ദീപ് ശിവൻ, നിരജ രാജീവ്, ശ്രീകുട്ടി, അതുപോലെ വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികൾ, ടെക്നീഷ്യൻസ്, പ്രിയപ്പെട്ടവർ, ആദ്യമേ തന്നെ ഞാനിവിടെ വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ആയവരോട് പറഞ്ഞിട്ടുണ്ട്. 2024 ഇന്ത്യയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന അവാർഡ് അതിൽ കോമ്പറ്റ് ചെയ്യാനും ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ 5th റാങ്കും അതുപോലെ സൗത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയും നമ്പർ 1 പോലീസ് സ്റ്റേഷൻ എന്ന ആ ഒരു റാങ്കിങ്ങിൽ എത്താൻ കഴിഞ്ഞത് അത് ഞങ്ങൾക്ക് കിട്ടുവാനുള്ളൊരു അവസരം തന്നെ ലഭിച്ചത് ഈ ആൻറ്റി നാർക്കോട്ടിക് അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗമാണ്. എനിക്ക് ഈ ഒരു ഫീൽഡിൽ ഞാൻ 2003 ബാച്ചിലെ സബ് ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ ഞാൻ ആലത്തൂർ ഇൻസ്പെക്ടറാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ നാർക്കോട്ടിക്കുമായിട്ട് ഉണ്ട്. അതിലൊരുപാട് ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് കേസുകൾ ഡിറ്റക്ഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഗഞ്ചാവ് എന്ന് പറയുന്ന ആ ഒരു നാർക്കോട്ടിക്കിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ മദ്യം ഇപ്പോൾ ഒരു നാച്ചുറൽ ഡ്രഗായ കള്ളായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നാച്ചുറൽ ഡ്രഗ്സ്, ലിക്കർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാ ദിവസവും എന്ത് പ്രോഗ്രാമാണെങ്കിലും അതിലെല്ലാം വളരെ ആക്സെപ്റ്റഡ് ആയി. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കുട്ടിയുടെ ജനനമായാലും നൂലുകെട്ടായാലും അല്ലെങ്കിൽ ഒരു വിവാഹമായാലും അതൊരു മരണമായാലും ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാതെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഞാൻ പറഞ്ഞ ലിക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഒരുവിധം പ്രായമുള്ള നമുക്ക് എല്ലാവർക്കും, എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമുക്കൊന്നും നമ്മുടെ ചെറുപ്പത്തിലെ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന കാര്യങ്ങളാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അതിൻ്റെ വ്യാപനവും അതിൻ്റെ ഭവിഷ്യത്തുകളും ഒക്കെ നമ്മൾ അറിഞ്ഞുകൂടെ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ ഏകദേശം 238ഓളം ഡ്രഗുകളുണ്ട്. അപ്പോൾ എന്താണ് ഡ്രഗ് എന്നും, എന്താണ് നാർക്കോട്ടിക് ഡ്രഗ് എന്നും, എന്താണ് നാച്ചുറൽ ഡ്രഗ് എന്നും, എന്താണ് സിന്തറ്റിക് ഡ്രഗ് എന്നും, എന്താണ് സെമി സിന്തറ്റിക് ഡ്രഗ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ നിന്ന് കാണുന്ന, കുട്ടികളെ നോക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ്, അവർക്ക് പോലും എന്താണ് ഡ്രഗ് എന്നറിയില്ല. ഒരു മദ്യപിച്ച ആളെ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കും, ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇവരെന്താണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയില്ല. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് നശിച്ച്, നമ്മുടെ നാട് മറ്റുള്ള നമ്മുടെ രാജ്യത്തിനോട് യുദ്ധം ചെയ്യുന്ന നമ്മുടെ അയൽവാസികളടക്കം അവർ കാത്തു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നാം എത്താൻ ഒട്ടും സമയം വേണ്ട എന്നൊരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു. ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും ആരോഗ്യവാന്മാരായ
ഏറ്റവും സുന്ദരന്മാരും സുന്ദരിമാരുമായുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബിന്റെ ഇന്നത്തെ സാഹചര്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടുത്തെ 100% യൂത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് എത്തി. അവിടുത്തെ സോഷ്യൽ വ്യവസ്ഥിതി തന്നെ ഏറ്റവും വളരെ മോശമായ അവസ്ഥയിലേക്കായി. കുടുംബജീവിതം അയാളുടെ താറുമാറായി പോയി. കാരണം അവിടുത്തെ ഗവൺമെന്റ് അതിനുള്ള യാതൊരു പ്രിക്കോഷൻസും ചെയ്തില്ല. വെറും ഒരു സ്പാൻ ഓഫ് മന്ത് കൊണ്ട്, അതിൽ ഏകദേശം 1 വർഷം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ യൂത്ത് മുഴുവൻ ഈ പറഞ്ഞ നാർക്കോട്ടിക് ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗിന് അടിമകളായി മാറി. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ആർമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കർഷകരായാലും സോൾജേഴ്സ് ആയാലും ഒക്കെ തന്നെ ഏറ്റവും ശക്തന്മാരായ ആ ജനതയെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിന്റെ പോക്ക്. കേരളത്തിലെ യുവജനത എന്താണെന്ന് നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൂടി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുറച്ചു പേരൊക്കെ, ഒരു 3 പെൺകുട്ടികളും 2 പുരുഷന്മാരും സ്വാതി ജംഗ്ഷൻ ഉണ്ടാക്കിയ ഒരു വിഷയം. അപ്പൊ ഇതെല്ലാം ഡ്രഗ്സ് കൊണ്ടുണ്ടാകാം. സ്വന്തം അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാൻ പറ്റാത്ത, സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു സമൂഹത്തിലേക്ക് തൻ്റെ ആ ഒരു ഡ്രഗ് കൺസപ്ഷന് വേണ്ടി ആ ഒരു പെർട്ടിക്കുലർ നിമിഷത്തിൽ അത് കിട്ടിയില്ലായെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളായി, യുവാക്കളായി, യുവതികളായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ആ ഒരു യുവാവ് 5 പേരെ ഒരേ സമയം ഒരേ രീതിയിൽ എങ്ങനെ ആ ഒരു രീതിയിലുള്ള കൊലപാതകങ്ങൾ ചെയ്യാൻ കഴിയുന്നു? ആ ഒരാൾക്ക് ചിലപ്പോൾ ഒരാളെ കൊല്ലാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു മാനസികാവസ്ഥയിൽ അതേ രീതിയിൽ ഈ 5 പേരെയും, സ്വന്തം അച്ഛനെയും അമ്മയെയും കാമുകയെയും സ്വന്തം സഹോദരനെയും ഒരുപോലെ കൊല്ലാൻ കഴിയണമെങ്കിൽ അവന് ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് ഫസ്റ്റ് മുതൽ അവസാനം വരെ കീപ്പ് ചെയ്യണമെങ്കിൽ സാധാരണക്കാരന് കഴിയില്ല എന്നതിന്റെ 100% ഷുവറാണ്. അപ്പോൾ എന്തും ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏത് ക്രിമിനൽ ആക്ടിവിറ്റീസും തൻ്റെ ആ ഒരു പ്ലഷറിന് വേണ്ടി ചെയ്യുന്ന ഒരു യുവതലമുറയിലേക്ക് നമ്മുടെ സമൂഹം പോവുകയാണ്. ഇവിടെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഓരോ പൗരന്മാരും ഓരോരുത്തരും പ്രതികരിച്ചില്ലെങ്കിൽ, ഈ യുദ്ധത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ നമ്മൾ അതായത് ആദ്യ അവസാനത്തിൽ മുതൽ നമ്മൾ അവസാനിച്ചു പോകും എന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുറയെ, നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ചങ്കൂറ്റം എന്ന് പറയുന്ന സിനിമ ആ ഒരു രീതിയിലേക്ക് പോകാൻ കഴിയും, ആ ഒരു മെസ്സേജ് കൊടുക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ ഒരു രീതിയിൽ ഇന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്ന, ഈ സമൂഹം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മെസ്സേജായി എല്ലാവരും സ്വീകരിക്കുന്ന ഒരു സിനിമയായി മാറി. ഇത് വിജയിക്കേണ്ടതിന്റെ ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി, ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി, അത് ഈ സമൂഹത്തിന് കൊടുക്കുന്ന റിസൾട്ടിലൂടെ നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവിധ വിജയ ആശംസകൾ നേരുന്നു.